ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് അനലോജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. അനലോജി എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യാൻ അധികം ഉണ്ടാവുകയില്ല. കൂടുതലും ഒരു റീസണിങ് അല്ലെങ്കിൽ ഒരു ജനറൽ അവയർനെസ്, ഒരു കുറച്ച് ജനറൽ നോളേജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പോ എന്താ പറയാ, ഹിബിസ്കസ് ഈസ് റെഡ്, സോ ജാസ്മിൻ ഈസ് വൈറ്റ് എന്നുള്ള ടൈപ്പ്, അങ്ങനെ കുറച്ച് സിമ്പിൾ ആയിരിക്കും, ഒരുവിധം സിമ്പിൾ ആയിരിക്കും. എന്നാലും കുറച്ച് ജനറൽ നോളജ്, ജനറൽ അവയർനെസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. പെപ് ഈസ് ടു അപ്പാത്തി. ഓപ്ഷൻസ് വന്നിട്ട് പഞ്ച് ഈസ് ടു സ്മൂത്ത്, സിമ്പത്തി, എംപതി, പണിഷബിൾ, ഡീകെ, ആക്യുറേറ്റ്, ഫോൾട്ടി. ഇവിടെ പെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് എന്നാണ് അർത്ഥം. അപ്പാത്തി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കുറവ്. അപ്പൊ ആന്റോണയം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആന്റോണയം ആയിട്ട് വന്നിട്ടുള്ളത് ആക്യുറേറ്റും ഫോൾട്ടിയാണ്. അപ്പൊ അതായിരിക്കും ആൻസർ. അപ്പൊ കുറച്ചൊക്കെ വൊക്കാബുലറി ഒക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. മേസൺ ഈസ് ടു സ്റ്റോൺ. ഇപ്പൊ മേസൺ എന്ന് പറഞ്ഞാൽ കൽപ്പണിക്കാരൻ. കൽപ്പണിക്കാരന്റെ കല്ലാണെങ്കിൽ ഇപ്പൊ ടീച്ചർക്ക് ചോക്ക്, കാർപ്പന്റർക്ക് വുഡ്, സോൾജറിന് ഗണ്ണ്, ഫോട്ടോഗ്രാഫിന് ക്യാമറ. അപ്പൊ ഇവിടെ മോസ്റ്റ്ലി കാർപ്പന്റർ വുഡാണ് കൂടുതൽ യോജിക്കുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് വരും, എന്തുകൊണ്ട് ടീച്ചർ ചോക്ക് വന്നുകൂടാന്ന് അല്ലെങ്കിൽ സോൾജർ ഗണ്ണ് വന്നുകൂടാന്നൊക്കെ നമുക്ക് ഒരു ഡൗട്ട് തോന്നാം. പക്ഷെ നമ്മളതിൽ ഏറ്റവും അക്യുറേറ്റ് ആണ് തോന്നുന്ന ആൻസർ ക്ലിക്ക് ചെയ്യുക. പിന്നെയൊക്കെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും, അത്രേ പറയാൻ പറ്റൂ. കാരണം ഇതിൽ ഇന്നത് മാത്രമേ ആൻസർ വരാവൂ എന്ന് നമുക്ക് പല ക്വസ്റ്റ്യൻസിലും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. അതിന്റെ ഒരു പരിമിതിയാണ്. ഹ്യൂമിലിയേറ്റഡ്, എംബറാസ്ഡ്. അപ്പൊ രണ്ടും സിനോണിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എൻറേജ്ഡ്, ആംഗ്രി. സ്കെപ്റ്റിക്കൽ, ബിലീഫ്. അത് ആന്റോണിയം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഹോംലെസ്, ഷെൽട്ടർ. അതായത് സ്കെപ്റ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലീഫ് ഇല്ലാത്ത ഒരാള്, ഹോംലെസ് എന്ന് പറഞ്ഞാൽ ഷെൽട്ടർ ഇല്ലാത്ത ആള്, അങ്ങനെ. അത്ലറ്റ്, ഫിറ്റ്. അപ്പൊ അത്ലറ്റ് ഫിറ്റ് ആയിരിക്കണം. അപ്പൊ പ്രീസ്റ്റ് റിലീജിയസ് ആയിരിക്കണം. ഡാൻസർ ഇന്റലിജന്റ് ആവണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഡോഗ് എനർജറ്റിക് ആവണമെന്നോ അല്ലെങ്കിൽ ഷെഫ് ഫാറ്റ് ആവണമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വളരെ കുറച്ച് ക്ലിയർ കട്ട് ആയിട്ട് അതിന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ടൈപ്പാണ്. റീസണിങ്, നല്ലൊരു റീസണിങ്ങിൽ ആൻസർ എത്താൻ പറ്റും. ടെറിഫൈഡ്, സ്കേർഡ് സിനോണിം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എക്സ്ട്രീംലി ഇൻട്രസ്റ്റഡ് ആവുമ്പോ ഒബ്സെസ്ഡ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, ഒബ്സെസ്ഡ് ഇൻട്രസ്റ്റ്. റഞ്ച്, ടൂൾ. റഞ്ച് എന്ന് പറഞ്ഞ ഒരു ടൂൾ ആണ്. അപ്പോ ക്യാരറ്റ് ഒരു വെജിറ്റബിൾ ആണ്. അപ്പൊ വൊക്കാബുലറി ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളില്. ഷൊവൽ, ഡിഗ്. ഷൊവൽ ഡിഗ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ പെൻസിൽ അതേപോലെ റൈറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുക. ബസ് റൺ ചെയ്യാനല്ല, ബസ് ട്രാവൽ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക. എസ്റ്റാറ്റിക്, ഹാപ്പി. എസ്റ്റാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഹാപ്പി ആയിരിക്കും. അപ്പൊ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ സാഡ് ആയിരിക്കും. ഫ്യൂറിയസ്, ആംഗ്രി. അപ്പൊ ടെറിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അഫ്രൈഡ് ആയിരിക്കും. അത്രേ ഉള്ളൂ. താങ്ക് യു.